ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് GK. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനേഷൻ്റെ മാത്സ് അഥവാ ഗണിതത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആക്ടിവിറ്റി 1. ഇൻ ദ ഫോളോയിങ് റെക്റ്റാങ്കിൾ സം സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 cm ഈച്ച് ആർ അറേഞ്ച്ഡ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഹൗ മെനി സ്ക്വയേഴ്സ് വിത്ത് സൈഡ്സ് ഓഫ് 1 cm ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻസൈഡ് ദിസ് റെക്റ്റാങ്കിൾ. 1 cm വശമുള്ള ഏതാനും സമചതുരങ്ങൾ നിരത്തിയിട്ടുള്ള ഒരു ചതുരമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഈ ചതുരത്തിനുള്ളിൽ ഇതുപോലെ 1 cm വശമുള്ള ആകെ എത്ര സമചതുരങ്ങൾ നിരത്താം? ഇതുപോലെ നമുക്ക് ഈ ചതുരത്തിനുള്ളിൽ എത്ര സമചതുരങ്ങൾ നിരത്താമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? താഴേക്ക് എത്ര കോളങ്ങളുണ്ട്? 1, 2, 3, 4 കോളങ്ങളുണ്ട് അല്ലേ? ഇനി ഒരു സൈഡിലേക്ക് നോക്കിക്കേ. 1, 2, 3, 4, 5 എണ്ണം വരും. അപ്പോൾ 4 × 5 ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് നമുക്ക് വരയ്ക്കാം? 4 × 5 20 സ്ക്വയേഴ്സ്, 20 ചതുരങ്ങൾ, 20 സമചതുരങ്ങൾ നമുക്ക് ഈ വലിയ ചതുരത്തിനുള്ളിൽ വരയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? പരപ്പളവ്. ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതിയാണല്ലേ. 4 × 5 20 cm സ്ക്വയർ. അതാണ് ഈ ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, 20 cm സ്ക്വയർ. അടുത്തത് ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ചതുരത്തിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ വശങ്ങൾ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ 2 വശങ്ങളുടെ നീളം കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 4 cm, 5 cm. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഓഫ് സൈഡ്സ് എത്രയാണ്? 4 cm, 5 cm. നെക്സ്റ്റ് ഒരു ഡി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് എത്രയാണ്? ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചുറ്റളവ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 2 × L + B, 2 × ലെങ്ത് + ബ്രെഡ്ത്ത്. 2 × ലെങ്ത് എത്രയാണ്? 4 അല്ലേ, പ്ലസ് ബ്രെഡ്ത്ത് 5. 2 × 9 18 cm. 18 cm ആണ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ, 18 cm. അടുത്തത് ആക്ടിവിറ്റി 2. ഫൈൻഡ് ദ റിമൈൻഡർ when the number 3624 is divided by the numbers given below. A. What is the remainder when divided by 10? B. What is the remainder when divided by 5? C. What is the remainder when divided by 2? D. What is the remainder when divided by 4? E. What is the remainder when divided by 100? അതായത് 3624 എന്ന സംഖ്യയെ ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മിച്ചം അഥവാ ബാലൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 കൊണ്ട് ഹരിച്ചാൽ ബാലൻസ് എത്രയാണ്? 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 100 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? നമുക്ക് ആദ്യം എ നോക്കാം. 10 കൊണ്ട് ഹരിച്ചാൽ എത്ര ബാലൻസ് കിട്ടും? 3624നെ 10 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ബാലൻസ് കിട്ടുക? ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ വൺസിൻ്റെ സ്ഥാനത്ത് എത്രയാണോ ഉള്ളത് അതാണ് നമുക്ക് ബാലൻസ് കിട്ടുക. 4 നമുക്ക് ബാലൻസ് കിട്ടും. ഇനി 5 കൊണ്ട് ഹരിച്ചാലോ? 5 കൊണ്ട് ഹരിക്കുമ്പോഴും നമുക്ക് 4 തന്നെയാണ് ബാലൻസ് കിട്ടുക. വൺസിൻ്റെ അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം 5നേക്കാളും ചെറുതാണല്ലേ. അപ്പോൾ നമുക്ക് 4 തന്നെ ബാലൻസ് കിട്ടും. 2 കൊണ്ട് ഹരിച്ചാലോ? 4 എന്ന് പറയുന്നത് 2 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാവുന്ന ഒരു സംഖ്യയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 0 കിട്ടും. അടുത്തത് 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 4 കൊണ്ട് ഹരിക്കുമ്പോഴും 4 എന്ന് പറയുന്നത് 4 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യ ആയതുകൊണ്ട് തന്നെ 0 അല്ലെങ്കിൽ 0 ബാലൻസ് ആയിട്ട് വരിക. അടുത്തത് 100 ആണ്. 100 അല്ലെങ്കിൽ 100 കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ വൺസിൻ്റെയും ടെൻസിൻ്റെയും സ്ഥാനത്തുള്ളത് ഒറ്റയുടെയും 10ൻ്റെയും സ്ഥാനത്തുള്ള അക്കങ്ങൾ നമുക്ക് ബാലൻസ് ആയിട്ട് വരും. അതായത് ഇവിടെ 3624 ആണല്ലേ. അപ്പോൾ 24 ബാലൻസ് ആയിട്ട് വരും. അപ്പോൾ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. 10 കൊണ്ട് ഹരിച്ചാൽ ബാലൻസ് 4, 5 കൊണ്ട് ഹരിച്ചാൽ ബാലൻസ് 4, 2 കൊണ്ട് 4 കൊണ്ട് ഹരിച്ചാൽ 0, 100 കൊണ്ട് ഹരിക്കുമ്പോൾ 24.
നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് പെരിമീറ്റർ 14 സെൻറ്റിമീറ്റർ. പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും ചുറ്റളവ് 14 സെൻറ്റിമീറ്ററുമായ ചതുരം വരയ്ക്കുക. ഇവിടെ നമുക്ക് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ എന്തായിരുന്നു? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതിയാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. അതായത് 12 എന്ന് പറയുന്നത് രണ്ട് വശങ്ങളുടെ ഗുണനഫലമാണല്ലേ. അപ്പോൾ നമ്മൾ 12നെ 4 ഇൻറ്റു 3 എന്ന് നമുക്ക് എഴുതാം. 4 ഇൻറ്റു 3 12. അതുപോലെ തന്നെ നമുക്ക് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് 14 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 14 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. അതായത് വശങ്ങളുടെ തുകയെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് എന്ത്? ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. അപ്പോൾ വശങ്ങളുടെ തുക നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 14നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് വശങ്ങളുടെ തുക കിട്ടും. 14നെ 2 കൊണ്ട് ഹരിച്ചാൽ 7. അപ്പോൾ വശങ്ങളുടെ തുക കിട്ടി 7. 4 + 3 = 7 എന്ന് നമുക്ക് എഴുതാമല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നീളം 4 സെൻറ്റിമീറ്ററും ഉയരം 3 സെൻറ്റിമീറ്ററും കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ചതുരം വരയ്ക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണ്. ചതുരത്തിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. നമുക്ക് രണ്ട് വശങ്ങളുടെ നീളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. തെറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സെറ്റ് സ്ക്വയറും സ്കെയിലും കൂടി ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ചതുരം വരയ്ക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. If 125 into 8 is equal to 1000, then what is 125 into 24? 125 into 8 is equal to 1000 ആയാൽ 125 into 24 എത്രയാണ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 125 into 8 എന്ന് പറയുന്നത് 1000 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 125 into 24 നമുക്ക് ചെയ്യേണ്ടത്. 24 കിട്ടാൻ വേണ്ടി 8ൻ്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 24 കിട്ടും? 8 into 3 ആണ് 24 അല്ലേ. അങ്ങനെ വെച്ച് നോക്കിയാൽ 125 into 8 into 3 എന്ന് നമുക്ക് എഴുതാം. 125 into 8 ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 1000. 1000 into 3 3000. ആൻസർ എത്രയാണ്? 3000. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. 900 divided by 3 is equal to 300 ആയാൽ 900 divided by 15 എത്രയാണ്? ഇതുപോലെ തന്നെയാണ് അതും ചെയ്യേണ്ടത്. 900 divided by 3 എന്ന് പറയുന്നത് 300 ആണ്. 900 divided by 15 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 15 എന്ന് പറയുന്നത് 3 into 5 ആണല്ലേ. 3 അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ. 300 എന്ന ആൻസറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 300നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അടുത്ത ചോദ്യം എന്താണ്? സി ക്വസ്റ്റ്യൻ ആണ്. 90 biscuits are to be distributed among 15 children. How many biscuits should be given to each child to ensure that the division is the same? 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് വീതിക്കണം. വീതം ഒരുപോലെയാകാൻ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കൊടുക്കണം? 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്കാണ് വീതിക്കേണ്ടത്. എല്ലാവർക്കും ഒരുപോലെ തന്നെ കിട്ടുകയും വേണം. നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? 90 divided by 15. 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 90നെ 15 കൊണ്ട് ഹരിക്കാൻ നമുക്ക് അത്ര എളുപ്പം കിട്ടുമോ? അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? 90നെ നമുക്ക് ആദ്യം 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 30 എന്ന ആൻസർ കിട്ടും അല്ലേ. 30നെ നമുക്ക് വീണ്ടും 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് 6 എന്ന് ഉത്തരം കിട്ടും. 3 into 5 ആണ് 15 അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 3 കൊണ്ട് ഹരിച്ചു 30, വീണ്ടും 5 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് 6 എന്ന ഉത്തരം കിട്ടി. നമുക്ക് ആദ്യം കിട്ടിയ ഉത്തരത്തിനെയാണ് നമ്മൾ വീണ്ടും 5 കൊണ്ട് ഹരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് 6 എന്ന ആൻസർ കിട്ടും. അല്ലാതെ തന്നെ 90നെ 15 കൊണ്ട് ഹരിച്ചു നോക്കിയാലും ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. ഇഫ് ദ ലെങ്ത് ഓഫ് എ ഡെസ്ക് ഈസ് 1 meter and 90 centimeter, റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ആസ് എ ഫ്രാക്ഷൻ. ഒരു ഡെസ്കിൻ്റെ നീളം 1 മീറ്ററും 90 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഡെസ്കിൻ്റെ നീളം ഭിന്നസംഖ്യാരൂപത്തിൽ എഴുതുക. ഫ്രാക്ഷനിൽ അല്ലെങ്കിൽ ഭിന്നസംഖ്യാരൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാവുന്നതേ ഉള്ളൂ. 1 മീറ്റർ എന്നത് 1 എന്ന് നമ്മൾ എഴുതുക. 90 സെൻറ്റിമീറ്ററിനെ 90/100 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് 1 90/100 മീറ്റർ എന്ന് കിട്ടും. 1
90/100 മീറ്റർ. ഇതാണ് ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ രൂപം. അടുത്തത് റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഇൻ മീറ്റേഴ്സ്. ഡെസ്കിൻ്റെ നീളം മീറ്റർ അളവിൽ എഴുതുക. അത് നമുക്ക് എളുപ്പത്തിൽ എഴുതാമല്ലേ? എങ്ങനെയാണ് എഴുതുക? 1 മീറ്ററും 90 സെൻറ്റിമീറ്ററും 1.90 മീറ്റർ 1.90 മീറ്റർ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. അടുത്തത് ഡെസ്കിൻ്റെ നീളം സെൻറ്റിമീറ്റർ അളവിൽ എഴുതാനാണ്. എങ്ങനെയാണ് എഴുതുക? 190 സെൻറ്റിമീറ്റർ 190 സെൻറ്റിമീറ്റർ. ഇതൊക്കെ എഴുതാൻ വളരെ എളുപ്പമാണല്ലേ? അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 6. സം നമ്പേഴ്സ് ആർ മിസ്സിംഗ് ഇൻ ദ ലൈൻസ് വേർ ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് വി റിട്ടൺ. ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്സ്. ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ ഘടകങ്ങൾ എഴുതിയിരിക്കുന്ന വരികളിൽ ഏതാനും അക്കങ്ങൾ വിട്ടുപോയിരിക്കുന്നു. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ആദ്യത്തേത് 420 7 × 60 എന്നവിടെ തന്നിട്ടുണ്ട്. അടുത്ത ലൈനിൽ 7 × 6 × ഡാഷ്. നമ്മൾ എത്രയാണ് അവിടെ എഴുതേണ്ടത്? 420-നെ 7 × 60 എന്ന് എഴുതി. അതിന് താഴെ 7 × 60-നെ നമ്മൾ എങ്ങനെ എഴുതാം? 6 × 10 എന്ന് എഴുതാമല്ലേ? അതിനുശേഷം താഴത്തെ ലൈനിലോ 7 × 6-നെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? ഘടകങ്ങളാക്കി 2 × 3 എന്ന് എഴുതാം. 10-നെ 2 × 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 420-ൻ്റേത് ലഭിച്ചു. 7 × 2 × 3 × 2 × 5. അടുത്തത് 105-ൻ്റേതാണ്. 5 × 21 എന്ന് അവിടെ തന്നിട്ടുണ്ട്. 5 × 21-നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 7 എന്ന് എഴുതാം അല്ലേ? 3 × 7 എന്ന് 21-നെ എഴുതാം. അപ്പോൾ നമുക്ക് 105-ൻ്റേതും ലഭിച്ചു. 5 × 3 × 7. അടുത്ത ചോദ്യം വാട്ട് ഈസ് 420/105? അതായത് 420/105-നെ ഇതേപോലെ ഘടകങ്ങളാക്കി ചെറുതാക്കി എഴുതുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 420-ൻ്റെ ഘടകങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 7 × 2 × 3 × 2 × 5. 105-ൻ്റേതോ 5 × 3 × 7. നമ്മൾ ഇതുപോലെ എഴുതി നോക്കുമ്പോൾ ഒരുപോലെ മുകളിലും താഴെയും വരുന്നത് വെട്ടിപ്പോകും അല്ലേ? 7 വെട്ടിപ്പോയി, 3 വെട്ടിപ്പോയി, 5 വെട്ടിപ്പോയി. ബാക്കി എത്രയാണുള്ളത്? 2 × 2. 2 × 2 4. ഇതാണ് ആൻസർ. അടുത്തത് പ്രവർത്തനം 7 ദ ഗ്രാഫ് ബിലോ ഷോസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ബൈ എ ഹൗസ് ഹോൾഡ് ഓവർ എ 6 month പീരീഡ്. ഒരു വീട്ടിൽ 6 മാസ കാലയളവിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് ഇവിടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ ആൻസർ ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് എബോവ്. ഇൻ വിച്ച് മന്ത് വാസ് ദ മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസം ഏതാണ്? നമുക്ക് ഗ്രാഫ് ഒന്ന് നോക്കാം. ഏതാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസം? നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അല്ലേ? 250 യൂണിറ്റ് ഏപ്രിൽ മാസത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ഏറ്റവും കുറവോ? ജൂൺ 50 യൂണിറ്റ് അല്ലേ? ഏറ്റവും കുറവ് ഉപയോഗിച്ചത് ജൂൺ മാസത്തിലാണ്. ആ രണ്ടാമത്തെ ചോദ്യം അതുതന്നെയാണ്. ഏറ്റവും കുറവ് വൈദ്യുതി ഉപയോഗിച്ച മാസം ഏതാണ്? അപ്പോൾ നമുക്കതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരം കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇൻ വിച്ച് മന്ത്സ് ഡിഡ് ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഗെറ്റ് യൂസ്ഡ്? ഏതൊക്കെ മാസങ്ങളിലാണ് തുല്യമായ അളവിൽ വൈദ്യുതി ഉപയോഗിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ്? മാർച്ച്, മെയ്. നമുക്കിവിടെ ആൻസർ എഴുതി കൊടുക്കാം. ഏതൊക്കെ മാസങ്ങളിലാണ്? മാർച്ച്, മെയ് മാസങ്ങളിലാണ് ഒരുപോലെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി. വാട്ട് വാസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ഫെബ്രുവരി? ഫെബ്രുവരി മാസത്തിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് എത്രയാണ്? 150 യൂണിറ്റ്. 150 യൂണിറ്റ് എന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യം വാട്ട് വാസ് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ജനുവരി ആൻഡ് ജൂൺ? ജനുവരി, ജൂൺ എന്നീ മാസങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവിൻ്റെ വ്യത്യാസം എത്രയാണ്? നമുക്കിവിടെ ഗ്രാഫ് നോക്കാം. ജനുവരിയിൽ എത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 100 യൂണിറ്റ്. ജൂണിൽ 50 യൂണിറ്റ്. അപ്പോൾ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എത്രയാണ്? 100 - 50 എത്രയാണ്? 50. 50 യൂണിറ്റ് വ്യത്യാസമുണ്ടല്ലേ? ജനുവരിയിലും ജൂണിലും ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവുകൾ തമ്മിൽ എത്രയാണ് വ്യത്യാസമുള്ളത്?
50 യൂണിറ്റ് ഉത്തരം നമുക്ക് എഴുതി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇതുവരെ കഴിഞ്ഞ എക്സാം എല്ലാവർക്കും എളുപ്പമായിരുന്നു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതും എല്ലാവർക്കും എളുപ്പമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.